സൗഭാഗ്യ മാട്ടുപൊങ്കലിന്റെ കാര്യം സൗഭാഗ്യ ത്രൂ ആണ് ഞാൻ അറിയുന്നത്. നമുക്ക് ഇവിടുത്തെ ആറ്റുകാൽ പൊങ്കാല മാത്രമേ അറിയാവൂ. അപ്പൊ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞോന്ന്, നിങ്ങളുടെ ആൾക്കാർ ചോദിച്ചോലെ നമുക്കിതിപ്പം സൗഭാഗ്യം നേരത്തെ ചോദിച്ചില്ലേ ഇങ്ങനെ എൻജോയ് ചെയ്താണോ ചെയ്യുന്നതെന്ന്. അത് എൻജോയ് ചെയ്താലും എൻജോയ് ചെയ്ത് വളർത്തിയാൽ മാത്രമേ അത് നമുക്ക് എൻജോയ് ചെയ്യാം. ഈ വളർത്തലിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ നോക്കുന്നതെന്നാണ്. എൻ്റെ വീട്ടിൽ കുറേ പശുക്കളും കാളയായിട്ട് നമ്മൾ ജീവിച്ചല്ല, അഞ്ജുവിന് അറിയായിരിക്കും. അതുപോലെ തന്നെ സൗഭാഗ്യ വീട്ടിൽ ഇങ്ങനെ കാളയും പശുവായിട്ട് നമ്മൾ ജീവിച്ചു വരുന്നല്ല. നമുക്കിതൊക്കെ പുതിയ പുതിയ എക്സ്പീരിയൻസ് ആണ്. നമ്മളത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളത് വാങ്ങിച്ച് വളർത്തുന്നത്. അപ്പോൾ നമുക്ക് പല മിസ്റ്റേക്കുകളും ഉണ്ടാവും, നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ അറിയാൻ പറ്റും. എനിക്കിങ്ങനെ ആനിമൽസിൻ്റെ പുതിയ പുതിയ കാര്യങ്ങൾ അറിയാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സൗഭാഗ്യം അതുപോലെ ആയതുകൊണ്ട് നമുക്ക് വളർത്താൻ പറ്റുന്നു. സൗഭാഗ്യം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സൗഭാഗ്യക്ക് പകരം വേറൊരാൾ ചെയ്താൽ നമുക്ക് ഈ കാളെ പിടിച്ചുകൊണ്ട് നടക്കാനൊന്നും പറ്റില്ല. കാള നല്ല അഗ്രസീവ് ആയിട്ടുള്ളൊരു ജീവിയാണ്. അങ്ങനെ ഒരു പെട്ടെന്ന് ഒരു പോയിന്റിൽ പോയി പിടിച്ചുകൊണ്ട് നിർത്തിയൊന്നും നിൽക്കാനൊന്നും പറ്റില്ല. എങ്കിൽ അത് ഇടിച്ചു എവിടെയും കളയും. ജല്ലിക്കെട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാവും. അവരെ വളർത്തുന്ന ട്രെയിൻ ചെയ്യാനൊക്കെ വേറെ രീതിയിലാണ്.